മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിലടിച്ച കാറ്റിന്റെ ശക്തിയെ പ്രതിരോധിക്കാനാകാതെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി തകർന്നു വീണു. പക്ഷേ അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ലിബർട്ടി പ്രതിമയല്ല ഇത്. ബ്രസീലിലെ ഗോയ്ബയിലുള്ള ഹവാൻ മെഗാ സ്റ്റോറിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പകർപ്പാണ് ഡിസംബർ 15-ന് റിയോ ഗ്രാൻഡെ ഡോ സൂളിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ തകർന്നത്. ബ്രസീൽ നിലവിൽ കടന്നുപോകുന്ന ഇടവിട്ട ചൂടും തണുപ്പും മൂലം കാലാവസ്ഥ രൂക്ഷമാകുമെന്നും ശക്തമായ കാറ്റിനും നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ടെന്നും രാജ്യത്തെ സിവിൽ ഡിഫൻസ് അതോറിറ്റിയായ ഡെഫേസ സിവിൽ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. റിയോ ഗ്രാൻഡെ ഡോ സൂളിലെ മറ്റ് നഗരങ്ങളിലും ഇന്നലെ അതിശക്തമായ കാറ്റും വെള്ളപ്പൊക്കവുമുണ്ടായി. അതേസമയം ഗോയ്ബയിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പകർപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് ബ്രസീലിൽ നിരവധി ബ്രാഞ്ചുകളുള്ള ഹവാൻ എന്ന കമ്പനി കോമ്പൗണ്ടിലാണ്. ഇവരുടെ മറ്റു ബ്രാഞ്ചുകൾക്ക് മുൻപിലും ലിബർട്ടി പ്രതിമയുണ്ട്. അതിൽ 2020-ൽ സ്ഥാപിച്ച 114 അടി ഉയരമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ഇപ്പോൾ ശക്തിയേറിയ കാറ്റിൽ തകർന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. എന്നാൽ 2021-ലുണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ കാപ്പോ ഡ കനോവയിലുള്ള മറ്റൊരു ഹവാൻ സ്റ്റോറിന് മുൻപിലുണ്ടായിരുന്ന പ്രതിമയും സമാന രീതിയിൽ നിലംപതിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.